സ്റ്റുഡൻസ്, അപ്പോൾ JEE 2BRന്റെ എക്സാം റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും. ആൻസർ കീ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. 1-2 ക്വസ്റ്റ്യനിൽ പല കുട്ടികൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ലൈറ്റുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനിൽ പ്രൈമറി കളേഴ്സ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രൈമറി കളേഴ്സ് ചോദിക്കുമ്പോൾ നമുക്ക് ലൈറ്റിന്റെ കേസിൽ RGB ആണ്, പക്ഷെ പിഗ്മെന്റ്സിന്റെ കേസിൽ RYB ആണ്. ക്വസ്റ്റ്യൻസ് അത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ കൂടുതലും പിഗ്മെന്റ്സ് ആയിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ ആർക്കിടെക്ചർ എത്തിയിട്ടുള്ളത്. എങ്കിലും ചില കുട്ടികൾ ആ ക്വസ്റ്റ്യൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. മറ്റു ചില ക്വസ്റ്റ്യൻസിലൊക്കെ കൺഫ്യൂഷൻ പറഞ്ഞെങ്കിലും അത് അത്രയ്ക്കും ഇതായിട്ട് തോന്നാത്തതുകൊണ്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഇൻഡിവിജ്വലായിട്ട് പല കുട്ടികളും ചില ക്വസ്റ്റ്യൻസുകൾ കൂടി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസുകളെല്ലാം തന്നെ ആഡ് ഓൺ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളതിൽ നിന്ന് വലിയൊരു ചേഞ്ച് കീഴിൽ വരാനില്ല. ഒരു ക്വസ്റ്റ്യനോ 2 ക്വസ്റ്റ്യനോ ചേഞ്ച് വരാൻ സാധ്യതയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അപ്ഡേറ്റഡ് കീ വളരെ പെട്ടെന്ന് തന്നെ വരാം. ഇന്നോ നാളെയായിട്ട് വരുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്ഡേറ്റഡ് കീ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഫൈനൽ റിസൾട്ടും വരും. അങ്ങനെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള JEE നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. അത് കൂടാതെ ഒരു അപ്ഡേറ്റും കൂടി ഉണ്ട്. മൾട്ടിപ്പിൾ ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള പല കാൻഡിഡേറ്റ്സിന്റെ, അതായത് ഏകദേശം 39 കാൻഡിഡേറ്റ്സിനെ ഡീബാർ ചെയ്തിട്ടുള്ളതായും അടുത്ത 3 വർഷം അവർക്ക് JEE എക്സാം എഴുതാനായിട്ട് അനുവദിക്കില്ല എന്ന രീതിയിലും ഒരു റൂൾ വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ആപ്ലിക്കേഷൻ ടൈമിനെ പറഞ്ഞിട്ടാണ് ആദ്യത്തെ തവണ അപ്ലൈ ചെയ്യുന്ന സെയിം റോൾ നമ്പർ മെയിൽ ID വെച്ചുകൊണ്ട് തന്നെ നെക്സ്റ്റ് ടൈമും JEE അപ്ലൈ ചെയ്യണം. കാരണം JEE നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് നടത്തുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ക്രോസ് ചെക്ക് ചെയ്യും. ഒരു കുട്ടിക്ക് ഒരിക്കലും മൾട്ടിപ്പിൾ ആയിട്ട് അപ്ലിക്കേഷൻ പാടില്ല. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സ്കോർ കാർഡും ഒരു അലൗ ചെയ്യുന്നതല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത് ശ്രദ്ധിക്കണമെന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ 39 ശ്രദ്ധിക്കാത്ത കുട്ടികളുടെ ഡീബാർ ചെയ്തായിട്ടുള്ളൊരു അപ്ഡേറ്റും ഒഫീഷ്യലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ലേറ്റസ്റ്റ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ റിസൾട്ട് വരട്ടെ. റിസൾട്ട് വരുന്നതോടുകൂടി റാങ്ക് അനാലിസിസും ടോപ്പ് ആർക്കിടെക്ചർ കോളേജസ് ഇൻ ഇന്ത്യ, ലാസ്റ്റ് ടൈം ഡീറ്റെയിൽസ് ഓഫ് ടോപ്പ് ആർക്കിടെക്ചർ കോളേജസ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസുമായി ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.